ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് രണ്ട് മരുന്നുകളാണ് കേട്ടോ. അപ്പം ഈ ഡാൻഡ്രഫ് അധികമായി തലയിലുള്ളവർക്കുള്ള ഒരു മരുന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ഓയിലാണ്. എന്ന് വെച്ചാൽ സ്കിന്നിൽ അധികമായി ഓവറായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ഓയിൽ വാങ്ങി യൂസ് ചെയ്താൽ മതി. കണ്ടോ, രണ്ടാമത്തെ വന്നിട്ടുള്ളത് ഒരു ഇതാണ്, തുള്ളിമരുന്ന് പോലത്തെ കാണുന്നുണ്ടോ? ഇത് എന്താ പറയുക, ദിവസം ഒരു 10 തുള്ളി തലയുടെ ഓരോ ഭാഗത്ത് ആക്കി ഉറ്റിച്ചു കൊടുക്കുക. അധികമായി ഡാൻഡ്രഫ് ഉള്ളവർക്ക് ഈ ചൊറിച്ചിൽ പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളും താരൻ കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. മീൻസ് ഒരു ലിക്വിഡാണിത്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി തലയിൽ എണ്ണ ഇടണം. ഡെയിലി എന്ന് പറയുമ്പോൾ നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്ന പോലെ അല്ലാണ്ട് കുറച്ചധികം എണ്ണത്തപ്പാക്കണം. എണ്ണത്തപ്പാക്കിയിട്ട് ഒരു മണിക്കൂർ തല അങ്ങനെ വെക്കണം. ഡേ ബൈ ഡേ നിങ്ങൾ എത്ര മണിക്കൂർ കൂട്ടാൻ പറ്റും അത്രയും മണിക്കൂർ തലയിൽ എണ്ണ വെക്കാം. എന്നിട്ട് നല്ല ഒരു കണ്ടീഷണർ ഷാമ്പു വെച്ചിട്ട് അത് കഴുകി കളയാം. ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഒരു ഷാമ്പു ഉണ്ട്, ഒരു മിനിറ്റ്, അത് അവിടെയാണ്, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നെ. നിങ്ങളുടെ കയ്യിലുള്ള കണ്ടീഷണർ ഷാമ്പു വെച്ചിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഈ ഒരു തുള്ളിമരുന്നും കൂടെ ഉറ്റിച്ചു കൊടുക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അതിന് 103 രൂപയും ഇതിന് 112 രൂപയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഡാൻഡ്രഫ് പോകുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഡാൻഡ്രഫ് കാരണം നിങ്ങളെ മുടി പൊട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള നല്ല ഓയിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ അരമണിക്കൂറോ തലയിലിട്ടിട്ട് നല്ലോണം വെച്ചിട്ട് ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക. ഡെയിലി തല നനച്ച് കുളിക്കണം. ഒരു ദിവസം പോലും തല നനച്ച് കുളിക്കാണ്ടിരിക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലുള്ള ഡാൻഡ്രഫ് പോകും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.